I'm talking for producers or co-producers. ഒരു പടം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുമ്പം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളുള്ള പോലെ മൾട്ടി ലെവൽ ഓഫ് സെൻസർ സർട്ടിഫിക്കറ്റ്സ് ഇന്ത്യയിൽ ഇല്ല. ഹിന്ദി ബെൽറ്റിൽ ആ പടം റിലീസ് ചെയ്തപ്പം ആ ഡയലോഗ്സ് അവർ റീറ്റെയിൻ ചെയ്തു എന്നും ആ ഡയലോഗ്സിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടി എന്നുള്ളത് വേറെ കാര്യം. ഐ ബിലീവ് തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു മുംബൈ ആൻഡ് യു ക്യാൻ അപ്പീൽ. നിങ്ങൾ ഔട്ട് ഓഫ് ദ വേൾഡ് ഫാൻറ്റസി മറ്റേ എക്സ്ട്രീം ഫാൻറ്റസി ആയിട്ടുള്ള മൂവീസൊക്കെ കൊണ്ടുവരുമ്പം അത് മലയാളത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ ക്യാൻ യു പുൾ ഔട്ട് ക്രൗഡ് ഇൻ ടു ദ തിയേറ്റർ, ക്യാൻ യു സെൽ യു മൂവി ഇൻ സാറ്റലൈറ്റ് ആൻഡ് OTT? ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ആ പടം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ടോവിനോ വുഡ് ഹാവ് ബീൻ എ ബിഗർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സ്. ഈ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലുള്ള ഡയലോഗ്സിനെ കുറിച്ചാണ്. സോ ഡയലോഗ്സ് പലവിധ ഡയലോഗ്സ് ഉണ്ട്. അതിനകത്ത് തെറി പറയും, നല്ല കാര്യങ്ങൾ പറയും, പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറയും. പക്ഷെ അതിനകത്ത് എക്സ്ട്രീമായിട്ട് നിങ്ങൾ കെയർഫുൾ എടുത്താൽ ഒരു പടം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുമ്പം, ഐ എം ടോക്കിംഗ് ഫോർ പ്രൊഡ്യൂസേഴ്സ് ഓർ co-producers, ഒരു പടം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇറങ്ങുമ്പം ഹൂ ഈസ് യുവർ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈസ് ദ മൂവി ഫോർ യൂത്ത്? Is a movie for family? Is a movie for purely A certificate ആണോ മൂവി? അതായത് A സർട്ടിഫിക്കറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ആനിമൽ എന്ന് പറയുന്ന പടം നിങ്ങൾ കണ്ടു കാണും. എക്സ്ട്രീം വയലൻസ്, ബ്ലഡ്, ഗോർ, ഇതൊക്കെ കാണിക്കുമ്പം ഡെഫിനറ്റ്ലി A സർട്ടിഫിക്കറ്റ്. ബിക്കോസ് ദ പ്രൊഡ്യൂസേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ആർ നോട്ട് റെഡി ടു കട്ട് ദ സീൻസ്. അതുകൊണ്ടാണ് അവർക്ക് A സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. സോ ടാർഗറ്റഡ് ഓഡിയൻസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഫാമിലിക്ക് പോകുമ്പം ഇന്ത്യയിൽ നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളുള്ള പോലെ മൾട്ടി ലെവൽ ഓഫ് സെൻസർ സർട്ടിഫിക്കറ്റ്സ് ഇന്ത്യയിൽ ഇല്ല. അതായത് PG-13, PG-15, PG-18, R റേറ്റഡ്, മറ്റേ ഫാമിലി എന്ന പറഞ്ഞ പല റേറ്റിംഗ്സ് ഉണ്ട്. പല രാജ്യത്തും പല റേറ്റിംഗ് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റേറ്റിംഗ് ഫോളോ ചെയ്യുന്ന US-ലാണ്. ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇന്ത്യയിൽ മൂന്ന് റേറ്റിംഗ്സ് ആണ് അത് ഫോളോ ചെയ്യുന്നത്. A, UA ആൻഡ് U കിട്ടാൻ അത്ര ഈസി അല്ല. ബിക്കോസ് യു ഹാവ് ടു അവോയ്ഡ് എ ലോട്ട് ഓഫ് തിങ്സ്, ഇൻക്ലൂഡിങ് ബ്ലഡ്, ഇൻക്ലൂഡിങ് ഈ തെറി സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്റ്റേജിൽ, ഡയലോഗ് സ്റ്റേജിലാണ് നിങ്ങളത് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ മലയാളത്തിൽ സെൻസർ, അതായത് തിരുവനന്തപുരത്ത് സെൻസറിന് കൊടുക്കുമ്പോൾ നായിൻ്റെ മോൻ എന്നുള്ള പറയുന്ന കോൾസുകളൊന്നും പാസ്സാവത്തില്ല. U സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. ഇഫ് യു വാണ്ട് യു ക്യാൻ കീപ്പ് ഇറ്റ് ഓർ യു ക്യാൻ കട്ട് ഇറ്റ് ഔട്ട്. മോസ്റ്റ് പ്രോബ്ലി ദേ വിൽ ആസ്ക് യു ടു കട്ട് ഇറ്റ് ഔട്ട് ഓർ യു വിൽ ഗെറ്റ് എ UA സർട്ടിഫിക്കറ്റ്. ബ്ലഡ്, അടി, കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി UA സർട്ടിഫിക്കറ്റ്. അത് A സർട്ടിഫിക്കറ്റിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് സാധാരണ എല്ലാവരും ശ്രമിക്കാറുള്ളത്. അപ്പം ഡയലോഗിൻ്റെ സ്റ്റേജിൽ തന്നെ നിങ്ങൾ സെൻസറിൻ്റെ, നിങ്ങളുടെ ആരാണോ സെൻസർ റെപ്രസെൻറ്റേറ്റീവ്, ഈ ഡയലോഗ്സിൻ്റെ ഒരു യൂസ് ചെയ്തേക്കുന്ന വേർഡ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾ സാധാരണ ഷെയർ ചെയ്യാറുണ്ട്. വേർഡ്സ് മാത്രം, ഡയലോഗ്സ് അല്ല, അതിൻ്റെ വേർഡ്സ് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി. മീൻസ് ഡസ് ഇറ്റ് പാസ് ദ സെൻസർ ഓർ നോട്ട്? ബിക്കോസ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് U സർട്ടിഫിക്കറ്റ് കിട്ടാനാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു റീഡു ഇറ്റ്. ബിക്കോസ് ഡബ്ബിങ്ങിൽ നമ്മൾ കയറി കഴിയുമ്പം പല ഡയലോഗും നമുക്ക് ലിപ്സിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ വാക്ക് യൂസ് ചെയ്തു, അതായത് സെൻസർ അംഗീകരിക്കാത്ത വാക്ക് യൂസ് ചെയ്തു. You can do two things when censor says to. One is mute it or you can lip sync it to another one. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് അപരാധിച്ചു എന്ന് പറയുന്ന ഡയലോഗ്, അതിൻ്റെ ലോക്കൽ സ്ലാങ് അപരാധിച്ചു എന്ന് പറയുന്നു. പക്ഷേ ഇത് ഡബ്ബിംഗ് സ്റ്റേജിൽ ഇറ്റ്സ് ഈസി ടു സ്വിച്ച് ബിറ്റ്വീൻ ബോത്ത്. വളരെ എളുപ്പമായിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റോ ആണെങ്കിൽ they easily make it happen. സോ ഈ ഡയലോഗ്സ് നമ്മൾ ഈ എക്സ്ട്രീം കെയർഫുൾ ആയിട്ട് ചൂസ് ചെയ്യണം. Now I am talking about a common subject. ഡയലോഗ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് വെൻ യു ഗോ ഇൻ ടു മാസ് മൂവീസ്. പ്രജ സ്റ്റൈൽ ഓഫ് ഡയലോഗ്, അതായത് പണ്ട് ലാലേട്ടൻ്റെ പ്രജ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ഇറ്റ്സ് എ ഗുഡ് മൂവി. അന്നത്തെ സമയത്ത് അത് ഓടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല.
ബട്ട് ദ ഡയലോഗ്സ് വെർ എക്സ്ട്രീം ലോങ്. അതായത് ലാലേട്ടനെ പോലെ ഒരാൾ നിന്നിട്ട്, പ്രത്യേകിച്ച് പത്ര ഓഫീസിലുള്ള ഒരു സീനുണ്ട്, ആ സീനകത്ത് പറയുന്ന ഡയലോഗ് ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സേ അറ്റ് വൺ ഷോട്ട്. പക്ഷെ അത് പുള്ളി പറഞ്ഞെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റ്സ് എ ലോങ് ഡയലോഗ്. അങ്ങനെയുള്ള ഡയലോഗ്സുകൾ ഇന്നത്തെ കാലത്ത് റെലവൻസി ഇല്ല. അതായത് ഇന്നത്തെ കാലത്ത് ഡയലോഗ്സ് എല്ലാം ചുരുങ്ങി പഞ്ച് ഡയലോഗ്സ് ആയി മാറി. വരുന്നവനും പോകുന്നവനും ഒക്കെ പഞ്ച് ഡയലോഗ്സ് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കയറിയിരിക്കുന്നത്. സോ വട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ് ദാറ്റ് ഡയലോഗ് സ്റ്റേജിൽ ഇപ്പോൾ മാസ് ഡയലോഗ്സ് ആണെങ്കിൽ പഞ്ച് ഡയലോഗ് നിങ്ങൾ എഴുതിച്ച് അത് പഞ്ചാണ് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണം. ഉദാഹരണം പറഞ്ഞാൽ KGF, സലാർ, ഓൾ ദീസ് ബിഗ് മൂവീസ്, പാൻ ഇന്ത്യൻ മൂവീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബാപ് സെ പങ്ക ലേനെ ബേട്ടി സെ പങ്ക ലേനെക്ക് പേലെ ബാപ് സെ പൂച്ഛന പടേഗ എന്ന് പറയത്തില്ലേ. അതായത് ജവാന്റെ ഡയലോഗാണ്. അതിനകത്ത് രണ്ട് അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയുള്ള പഞ്ച് ഡയലോഗ്സ് ആണ് ഈ മാസ് പടത്തിന് നമ്മൾ സാധാരണ എലിവേഷന് വേണ്ടി, അതായത് ക്യാരക്ടർ എലിവേഷൻ, അതായത് ഹീറോ എലിവേഷന് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്. മറ്റേ KGF-നകത്തുള്ള ഏഷ്യൻ്റെ ഡയലോഗ് നിങ്ങൾക്കറിയാം, നെപ്പോ കിഡ്സിനെ കുറിച്ചുള്ള, നെപ്പോട്ടിസത്തിനെ കുറിച്ചുള്ള ഡയലോഗ്സ് ഉണ്ട്. ഇറ്റ് ആക്ച്വലി ഐ വാസ് സർപ്രൈസ്. അതായത് എനിക്ക് ഏറ്റവും വലിയ അതിശയം തോന്നിയ, ഹിന്ദി ബെൽറ്റിൽ ആ പടം റിലീസ് ചെയ്തപ്പം ആ ഡയലോഗ്സ് അവർ റീറ്റെയിൻ ചെയ്തു എന്നും ആ ഡയലോഗ്സിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടി എന്നുള്ളത് വേറെ കാര്യം. എവറി ഇൻഡസ്ട്രി ഹാസ് നെപ്പോട്ടിസം. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ ആർ യു കേപ്പബിൾ ഓഫ് ദ റോൾ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നെപ്പോട്ടിസം ഉണ്ട്. ബട്ട് ഐ സി മെജോറിറ്റി ഓഫ് ദ ഗൈസ്, അതായത് ആ സ്റ്റാർ കിഡ്സ്, മെജോറിറ്റി ഓഫ് ദം ദേ ആർ എക്സ്ട്രീം ഗുഡ് ഇൻ ആക്ടിങ്. ആക്ടിങ് നല്ലതല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ദേ വിൽ റിജക്റ്റ് ഇറ്റ്. സോ ഈ റിജക്ഷൻ പോയിന്റിന് വേണ്ടി എനിക്കൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാനുണ്ട്. ദാറ്റ്സ് ഫോർ ദി ആർട്ടിസ്റ്റ്. അതായത് ഈ ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ലേ, അതായത് മക്കളെ, അളിയനെ, ചേട്ടനെ ഒക്കെ മലയാളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഐ ഹാവ് എൻ എപ്പിസോഡ് ടു ഡു ഫോർ ദാറ്റ്. വൈ യു ഷുഡ് ഡു ഇറ്റ് ആൻഡ് ഹൗ യു ഷുഡ് ഡു ഇറ്റ്. വൈ യു ഷുഡ് നോട്ട് ഡു ഇറ്റ് ആൻഡ് ഹൗ യു ഷുഡ് ഡു ഇറ്റ്. അതാണ് അതിൻ്റെ ഇത്. സോ കമ്മിങ് ബാക്ക് ടു ദ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ നമ്മൾ ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്തു, നമ്മൾ ഡീറ്റെയിൽഡ് വർക്കൗട്ട് ചെയ്തു. സെൻസറിൻ്റെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവായിട്ട്, ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന മോഡലാണ്, സെൻസറിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പല റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. യു ക്യാൻ അപ്രോച്ച് എനി വൺ. ഡയലോഗ്സിൻ്റെ ആ പോർഷൻ മാത്രം, അതായത് ആ വാക്ക് മാത്രം അയച്ചു കൊടുത്തിട്ട് ചോദിക്കും ഇത് ഓക്കെ ആണോ. ബിക്കോസ് അവർ ഇൻറ്റൻഷൻ ഇസ് ടു ഗെറ്റ് യു സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇതിനൊന്നും റെലവൻസി ഇല്ല. യു ക്യാൻ ഗോ ഹെഡ്, സെൻസർ മേ സേ നോ യു ഹാവ് ടു മ്യൂട്ട് ഇറ്റ്. അന്നേരം നിങ്ങൾ എന്തായാലും അത് മ്യൂട്ട് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. അതർവൈസ് ദേ വോണ്ട് ക്ലിയർ. യു ക്യാൻ ഗോ ഫോർ എൻ അപ്പീൽ പ്രോസസ്. ഈ സെൻസറിന് അപ്പീൽ പ്രോസസ് ഉണ്ട്. ഐ ബിലീവ് തിരുവനന്തപുരത്തു നിന്ന് നമുക്ക് സെൻസറിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു മുംബൈ ആൻഡ് യു ക്യാൻ അപ്പീൽ ഇറ്റ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിരുവനന്തപുരത്ത് പോയി സെൻസർ ചെയ്താലും ദ ഫൈനൽ സർട്ടിഫിക്കറ്റ് ആസ് ഫാർ ആസ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഇസ് സ്റ്റിൽ ഇഷ്യൂഡ് ഫ്രം മുംബൈ. അതൊരു 2018 മുതൽ തുടങ്ങിയാൽ തോന്നും. തിരുവനന്തപുരത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് മുംബൈയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. സോ ദിസ് ഇസ് ഹൗ ദ സെൻസറിങ് തിങ് വർക്ക്സ്. നൗ ആൽക്കഹോൾ, അതായത് ആൽക്കഹോൾ കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഈ ആൽക്കഹോൾ കാണിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ആൽക്കഹോൾ കാണിച്ചതും കൊണ്ട് UA സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഐ ഹവ് സീൻ സം ഓഫ് ദ മൂവീസ് വേർ ആൽക്കഹോൾ കാണിച്ചിട്ടുണ്ട്, അതായത് വെള്ളം അടിക്കുന്നത് കാണിക്കുന്നുണ്ട്, U സർട്ടിഫിക്കറ്റിലാണ് പോയേക്കുന്നത്. ആൻഡ് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കണ്ടറിയാം ആൽക്കഹോൾ കൺസംഷൻ ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർണിംഗ് സൈൻ കൊടുക്കാറുണ്ട്. ഇത് തന്നെ സിഗരറ്റിന് കൊടുക്കാറുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്താൽ അതിന് വാർണിംഗ് കൊടുക്കാറുണ്ട്. ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ നായകൻ ബൈക്കിൽ പോകുന്നത്, അതിന് വാർണിംഗ് കൊടുക്കാറുണ്ട്. ഇനിഷ്യൽ കേസസിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഈ വയലേഷൻസ് കാണിക്കാനേ പാടില്ല എന്നാണ്. അതായത് അത് കട്ട് ചെയ്യുക, ഒന്ന് ഈ വയലേഷൻസ് അതായത് വാർണിംഗ് വെച്ചിട്ട് വയലേഷൻ കാണിക്കുന്നതല്ല, വയലേഷനെ കാണിക്കാൻ പറ്റില്ല മൂവി. ബട്ട് മൂവി ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് റിയൽ ലൈഫ്. റിയൽ ലൈഫിൽ നിങ്ങൾക്കറിയാം ഹെൽമെറ്റ് ഇല്ലാതെ എത്രയോ പേര് വണ്ടി ഓടിക്കും, സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിസ് ഈസ് റിയൽ ലൈഫ്. സിനിമ മൂവി ഈസ് ആക്ച്വലി എ മിറർ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എന്ത് നടക്കുന്നു അതിൻ്റെ ഒരു മിററാണ് മൂവിയിൽ കാണിക്കുന്നത്. ദെൻ ഓൺലി ദ പീപ്പിൾ വിൽ അക്സെപ്റ്റ്. നിങ്ങൾ ഔട്ട് ഓഫ് ദ വേൾഡ് ഫാൻറ്റസി, മറ്റേ എക്സ്ട്രീം ഫാൻറ്റസി ആയിട്ടുള്ള മൂവീസൊക്കെ കൊണ്ടുവരുമ്പം അത് മലയാളത്തിൽ വിജയിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മലയാളീസ് കനോട്ട് കണക്ട് ടു ഇറ്റ്. കാരണം ഇത് നടക്കുമോ, നടക്കത്തില്ലയോ. ആൻഡ് ഐ സല്യൂട്ട് ഫോർ ദാറ്റ് കേസ്, ഐ സല്യൂട്ട് ബേസിൽ ആൻഡ് സോഫിയ പോൾ. അവരുടെ ടീമിനെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. മിന്നൽ മുരളി പോലുള്ളൊരു പടം എടുത്ത് വിജയിപ്പിച്ച് ഔട്ട്സ്റ്റാൻഡിങ് വർക്കായിട്ട് അവർ ചെയ്തത് ഇറ്റ്സ് ആസ് എ ഹാസ് ഓഫ് ഡിസിഷൻ. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ഡിസിഷൻ ടു ടേക്ക് എ ഫാൻറ്റസി മൂവി. ഫാൻറ്റസി മൂവീസ് മലയാളത്തിൽ പല ആൾക്കാരുടെ മേജർ ആർട്ടിസ്റ്റിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ബീൻ സക്സസ്ഫുൾ. എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാർ അതിന് അക്സെപ്റ്റൻസ് വളരെ കുറവാണ്.
പക്ഷെങ്കിൽ മിന്നൽ മുരളിക്കകത്ത് ഫാൻറ്റസി ഉണ്ട്, ദർ ഇസ് സൂപ്പർ ഹീറോയിസം. OTT റിലീസായിരുന്നു, അതുകൊണ്ടാണോ അത് വർക്കൗട്ട് ആയതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ആ പടം തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ടോവിനോ വുഡ് ഹാവ് ബീൻ എ ബിഗർ സ്റ്റാർ, star than he is today. He is already a bigger star, but he would have been a bigger star. അതായത് ടിയർ 1 നടന്മാരിലേക്ക് മുട്ടാൻ തക്കോണ രീതിയിലുള്ള ഒരു സ്റ്റാറായി പുള്ളിക്കാരൻ മാറിയനെ. സോ Tier 1 എന്ന് ഞാനൊരു വാക്ക് യൂസ് ചെയ്തു. സോ ഇൻഡസ്ട്രിക്ക് പുറത്ത്, അതായത് ഈ സിനിമാ സർക്കിളിൻ്റെ പുറത്ത് അറിയാത്ത ഒരു കാര്യമുണ്ട്. നടന്മാർ ആൻഡ് നടിമാർ ഇസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു Tier 1, 2, 3, 4. Tier 1 ആരാന്ന് നിങ്ങൾക്കറിയാം, മമ്മൂട്ടി, മോഹൻലാൽ, ഓൾ ദോസ് ദി ഫ്യൂ ഗൈസ് ആർ ദേർ ഇൻ Tier 1. Tier 2 എന്ന് പറയുന്ന കുറച്ച് നടന്മാരുണ്ട്. Tier 3 ഉണ്ട്, പിന്നെ ഒരു ടിയറിലും പെടാത്ത ആൾക്കാരുണ്ട്. ഇതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ നമ്മൾ സ്ക്രിപ്റ്റിംഗ് ഡയലോഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ, certain dialogues, certain characters do not confine to certain people. അതായത് ഒരു 20 വർഷം മുമ്പേ ലൂസിഫർ ലാലേട്ടൻ ചെയ്തിരുന്നെങ്കിൽ ഓടണമെന്നില്ല. ലാലേട്ടൻ്റെ ഏജും ലാലേട്ടൻ്റെ കരിസ്മയും സ്റ്റാർഡോം കാരണമാണ് ലൂസിഫർ പോലെയുള്ള പടത്തിൽ നമുക്ക് ലാർജർ ദാൻ ലൈഫ് ഫീൽ ചെയ്യുന്നത്. സോ ദർ ആർ സർട്ടൻ ഏരിയാസ് വേർ ആർട്ടിസ്റ്റ് ഹാവ് ടു ഡു എ മൂവി. അതായത് സർട്ടൻ സ്റ്റേജിലാണ് ആർട്ടിസ്റ്റിന് ചാടിക്കേറി എല്ലാ സബ്ജക്റ്റും. ഞാൻ പല ആർട്ടിസ്റ്റിൻ്റെ അടുത്തും പറയാറുള്ളതാണ്, ഇപ്പം ചെയ്യേണ്ടതല്ല ആ സബ്ജക്റ്റ്. ഒരു 3 പടം കഴിഞ്ഞിട്ട്, ഇന്ന ജോണറിൽ 3 പടം കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യൂ എന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് പരിചയമുള്ള ആർട്ടിസ്റ്റിൻ്റെ അവർ ചിലപ്പം കേൾക്കും, ചിലപ്പം കേൾക്കാതിരിക്കാം. ഇറ്റ്സ് ദെയർ ചോയ്സ്. സോ Tier 1, Tier 2 ഇതെന്ന് പറഞ്ഞ ടിയർ സിസ്റ്റം ഉണ്ട്. അപ്പം നിങ്ങൾ ഡയലോഗ്സ് എഴുതുമ്പം, സ്ക്രിപ്റ്റ് എഴുതുമ്പം, യു യൂസ് ദി സ്റ്റാർഡം ഓഫ് ദി ആക്ടർ ഹും യു ആർ സപ്പോസ് ടു റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ് ഫോർ. നിങ്ങൾ അതനുസരിച്ച്, പ്രൊഡ്യൂസർ അതിനനുസരിച്ച് വേണം ഈ സ്ക്രിപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ. വായിക്കൊള്ളാത്ത ഡയലോഗ് Tier 3 നടന്മാർ, അപ്പം ലാലേട്ടൻ പറയേണ്ട ഡയലോഗ് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ കിടക്കുന്ന ജസ്റ്റ് എൻട്രി ആയ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ പോവും ആൾക്കാർ. സോ ദർ ഇസ് സ്റ്റേജസ് വെർ യു ഹാവ് ടു യൂസ് എ ഡയലോഗ്. ഡയലോഗിൻ്റെ ഡെപ്ത്ത് നിങ്ങൾ ആ നടൻ്റെ സ്റ്റാർഡം അനുസരിച്ച് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. Tier 1 and 2, 3 കുറിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇറ്റ്സ് എ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ്. ഹൂ ഡിസൈഡ്സ് എ ടിയർ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ആ ടിയറിലില്ലാത്തത്. ദർ ആർ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. പ്യുവർ റീസൺസ് ഇസ് ബിസിനസ് റീസൺസ്. ബിസിനസ്. എൻഡ് ഓഫ് ദി ഡേ, can you pull out crowd into the theater? Can you sell your movie in satellite and OTT? At what rate? ഇതൊക്കെയാണ് ടിയേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഓവർ ദെയർ. ആൻഡ് നോബഡി ഒരു കമ്മിറ്റി ഇരുന്നിട്ടൊക്കെ നമുക്ക് ഇന്ന നടനെ പിടിച്ചിട്ട് ഇന്ന ടിയറിലേക്ക് അങ്ങിട്ടേക്കാം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇറ്റ്സ് എ കോമൺ ഫാക്ടർ. ഇത് പ്രൊഡ്യൂസേഴ്സിനടുത്ത് സ്ഥിരമായിട്ട് പടം പിടിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനൊക്കെ അറിയാം. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഐ എക്സ്പ്ലെയിൻ ഇൻ ദിസ് എപ്പിസോഡ്, ഐ എക്സ്പ്ലെയിൻഡ് യു അബൌട്ട് U certificate, UA certificate and A certificate. So based on that one, നിങ്ങളുടെ സ്ക്രീൻ പ്ലേ അടക്കം നിങ്ങൾ ഇതിനനുസരിച്ച് ചേഞ്ച് ഓവർ ചെയ്യണം. ഐ വിൽ ഗിവ് യു എ ക്ലാസിക് എക്സാമ്പിൾ. ഇനിയും ആ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡെഡ്പൂൾ എന്ന് പറയുന്ന ഹോളിവുഡ് പടം. അത് നിങ്ങളൊന്ന് കണ്ടുപോകുക. ഇനി അത് ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ കാണുമ്പം അതൊന്ന് കെയർഫുള്ളായിട്ട് നോക്കുക. അതായത് ഡെഡ്പൂൾ മറ്റേ സോഡാണല്ലോ യൂസ് ചെയ്യുന്നത്, വാളാണ് യൂസ് ചെയ്യുന്നത്. ഈ വാൾ ഉപയോഗിച്ച് ആൾക്കാരെ വെട്ടുമ്പം ആ സോഡിൽ ബ്ലഡ് കാണിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഡെഡ്പൂൾ 1 ആണോ 2 ആണോ പാലത്തിൻ്റെ അവിടെയുള്ള ഫൈറ്റ്സിലൊക്കെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട്, ദർ ഇസ് നോ ബ്ലഡ് ബിക്കോസ് ദ ഇൻറ്റൻഷൻ, ദ ടാർഗറ്റ് ഓഫ് ദാറ്റ് മൂവി ഇസ് കിഡ്സിന്. അത് കോമിക് ബുക്സ് റീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ മൂവി അവർ ചെയ്തേക്കുന്നത്. സോ ദേ ഡിഡ്ന്റ് വാണ്ട് ടു ഷോ ദ ബ്ലഡ് ആൻഡ് എൻഡ് അപ്പ് ഇൻ ഹാവിങ് എ ഹയർ റേറ്റഡ് സർട്ടിഫിക്കറ്റ്. R റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ടാർഗറ്റഡ് ഓഡിയൻസ് തിയേറ്ററിൽ കയറാതിരിക്കും. സോ ദേ ഡിഡ്ന്റ് വാണ്ട് ടു ഗെറ്റ് ഇറ്റ് ഹാപ്പൻ. So this is how you look at things. ഒരാളിനെ കത്തി കൊണ്ട് കുത്താം, doesn't mean ബ്ലഡ് വരാതിരുന്നാൽ മതി. സോ that is a, so അതിന് ലോജിക് ഉണ്ട്. People may ask why there is no blood. അത് the logic lies in ഡെഡ്പൂൾ നിങ്ങൾ പോയി കാണുക. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും പോയി കാണുക. You will understand how the Hollywood guys thinks of catering to the audience. നിങ്ങൾ ഏത് പടം എടുത്താലും ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടാവും. 18 to 35, 21 to above, 40 to above എന്ന് പറഞ്ഞ പല റേഞ്ച് ഉണ്ടാവും. ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് ആൻഡ് ഡയലോഗ്സ് വെച്ച് കഴിഞ്ഞാൽ യു സംഹൗ
the content is there, means the scripting has been worked. ആരും സ്ക്രിപ്റ്റിനെ കുറ്റം പറയില്ല, മീൻസ് സ്ക്രിപ്റ്റ് പോരായിരുന്നു എന്ന് ഒരു കുറ്റം പറയില്ല. So anyway, thank you very much for listening to this episode.